അമേരിക്കയിൽ ദുരിതം വിതച്ച കനത്ത മഞ്ഞുവീഴ്ചയും ശീതക്കാറ്റും. അതിശൈത്യത്തെ തുടർന്ന് യുഎസിന്റെ വിവിധ ഭാഗങ്ങളിലായി ഇതുവരെ 20 പേർ മരിച്ചതായാണ് റിപ്പോർട്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ ന്യൂയോർക്കിൽ മാത്രം 8 പേർ മരിച്ചു. വെള്ളിയാഴ്ച രാത്രിയാണ് 6 പേരെ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ശനിയാഴ്ചയും ഞായറാഴ്ചയും ഓരോ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അതേസമയം ഈ മരണങ്ങളിൽ അന്വേഷണം നടത്തിവരികയാണെന്നും അതിശൈത്യവുമായി ബന്ധപ്പെട്ടാണ് ഈ മരണങ്ങൾ സംഭവിച്ചതെന്ന് ഇപ്പോൾ പറയാനാകില്ലെന്നുമാണ് ന്യൂയോർക്ക് പോലീസിന്റെ പ്രതികരണം. എന്നാൽ മരിച്ചവരിൽ പലരും ഭവനരഹിതരാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. ന്യൂയോർക്കിലെ ഹഡ്സൺ വാലി, മസാച്യുസെറ്റ്സ്, ഇലിനോയ്, മിസൗമി, ബോസ്റ്റൺ, ഓഹിയോ വാലി തുടങ്ങിയ മേഖലകളിൽ കനത്ത മഞ്ഞുവീഴ്ചയാണ് രേഖപ്പെടുത്തുന്നത്. മഞ്ഞുവീഴ്ച അവസാനിച്ചിട്ടില്ലെന്നും ഇന്നും 1 മുതൽ 5 ഇഞ്ച് വരെ മഞ്ഞുവീഴ്ച പ്രതീക്ഷിക്കുന്നതായും മസാച്യുസെറ്റ്സ് ഗവർണർ മൗറ ഹീലി പറഞ്ഞു. നിലവിലെ സാഹചര്യത്തിൽ യാത്രകൾ വെല്ലുവിളിയാണെന്നും കഴിയുമെങ്കിൽ എല്ലാവരും വീടുകളിൽ തന്നെ തുടരണമെന്നും ഗവർണർ അഭ്യർത്ഥിച്ചു. കനത്ത മഞ്ഞുവീഴ്ച കാരണം യുഎസിലെ 7 ലക്ഷത്തിലേറെ ഉപഭോക്താക്കൾക്ക് വൈദ്യുതി തടസ്സപ്പെട്ടതായാണ് റിപ്പോർട്ട്. ടെന്നസിയിലാണ് വൈദ്യുതി തടസ്സം ഏറ്റവും കൂടുതൽ ബാധിച്ചത്. ടെന്നസിയിൽ മാത്രം 2.47 ലക്ഷം ഉപഭോക്താക്കൾക്ക് വൈദ്യുതി തടസ്സപ്പെട്ടെന്നും മിസിസിപ്പി, ടെക്സസ്, വെർജീനിയ തുടങ്ങിയ സംസ്ഥാനങ്ങളിലും സ്ഥിതി സമാനമാണെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നു. കനത്ത മഞ്ഞുവീഴ്ചയും ശീതക്കാറ്റും കാരണം 10,000-ത്തിലേറെ വിമാന സർവീസുകളും യുഎസിൽ റദ്ദാക്കിയിട്ടുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, കേരള പ്രണാമം.